വീച്ചിക്കോ ചാടി അടിച്ചത് അവിടെ തന്നെ ഇങ്ങോട്ട് വരണ്ട പുറകോട്ട് കാത്തൊന്നും കൊടുക്കുന്നേ കട്ടമുണ്ട് പുള്ളി വീട്ടിൽ നാട്ടില്ലേ അതിനെക്കൊണ്ട് തന്നെ കാത്തു കൊടുക്കണം സമയം കഴിഞ്ഞാണ് ചാടിപ്പോയി എനിക്ക് വരയ്ക്കത്തില്ല ഉടൻ തന്നെ പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ്. പി ജോൺ സാറ് സൈഷന്റെ കടയിൽ വന്ന് ഇപ്പോൾ ഉടൻ തന്നെ പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ്. എല്ലാവരും കൈയടിച്ച് അടി കൈ ഉടൻ തന്നെ കളി തുടർന്നായിരിക്കും. എല്ലാവരും കൈയടിച്ച് അടി കൈ. എല്ലാവരും അടിച്ച കൈ അടി കൈ. ഞാൻ പറഞ്ഞ വാക്ക് സത്യമായി
ഓണോത്സവ 2025 രണ്ടാം സമ്മാനം മിക്സി ജിപ്സം ഡെക്കർ പ്രവിധാനം. മൂന്നാം സമ്മാനം സീലിംഗ് ഫാൻ ഗറിക്കാട്ട് ഇലക്ട്രിക്കൽ പ്രവിധാനം. നാലാം സമ്മാനം പ്രഷർ കുക്കർ 5 ലിറ്റർ. നടത്തപ്പെടുന്ന ഓണോത്സവ 2025 പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളായി ഇവിടെ എത്തിയിരിക്കുന്ന ആദരണീയായ ഗവൺമെൻറ് മുൻ ചീഫ് വിപ്പ് ആദരണീയ PC ജോർജ് അവരുടെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി കോട്ടയം ജില്ലാ അധ്യക്ഷൻ ബഹുമാനായ MK തോമസ് കുട്ടിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ BJP കോട്ടയം ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൻ ലാലിനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കോട്ടയം ജില്ലയുടെ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി നിർമ്മല ജിമയെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവിധാനം വികാരിയച്ചൻ പ്രവിധാനം സെന്റ് അഗസ്റ്റ്യൻ ഫൊറോന പള്ളിയുടെ ആദരണീയ വികാരിയച്ചൻ റവറൻ ഫാദർ ജോർജ് വേളുപറമ്പിലച്ചനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും ചൂണ്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീ വിനോദ് ചെറിയാൻ വേലാനി, പനങ്ങാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എൽസമ്മ ജോർജ് കുട്ടി, CPM ലോക്കൽ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ശ്രീ TR ശിവദാസ്, ഷാജി ദീതോപ്പിൽ, സുജിത് രണ്ട് കൈയുള്ളൂ, 3 പേർ വിവിധ അവാർഡുകളുടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവാർഡ് വാങ്ങിക്കാനുള്ള എല്ലാ വ്യക്തികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി ചൂണ്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറും ജനനായകനുമായ ശ്രീ സെൻ തേക്കുകാട്ടിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ പ്രിയങ്കരനായ സജി എസ്തക്കൽ, ഈ യോഗം ഉദ്ഘാടനം നടത്തിയ മുൻ ഗവൺമെന്റ് ചീഫ് ബഹുമാനായ ശ്രീ PC ജോർജ് അവരുടെ വേദിയിലും സദസ്സിലുമുള്ള മതാധ്യക്ഷികളെ, വ്യാപാരി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമുക്കറിയാം ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെപ്പോഴും സന്തോഷവും സർവൈശ്വര്യവും നന്മയുടെയുമെല്ലാം ഒരു ഓർമ്മയാണ് ഓരോ ഓണക്കാലങ്ങൾ. നിർഭാഗ്യവശാൽ നമ്മുടെ നാടുകളിൽ നിന്ന് ആ നന്മയുടെ കണികകൾ അല്പാൽപമായി കുറഞ്ഞ് സ്വന്തം കാര്യം ചിന്താവ എന്ന നിലയിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ഒരാഘോഷങ്ങൾക്കോ ഒരു പങ്കുചേരലിനോ ഒത്തുചേരലിനോ ഇന്നാരും തയ്യാറല്ല. വിദേശ സംസ്കാരം നമ്മുടെ ഇതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ ബഹുമാനിക്കുന്ന സംസ്കാരത്തിന്റെ ഉടമകളാണെന്ന് നമുക്ക് അഭിമാനത്തോടെ എവിടെയും പറയാവുന്നതാണ്. എന്നാൽ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് മക്കൾ മാതാപിതാക്കൾ ബന്ധം, സഹോദര ബന്ധം, സുഹൃത്ത് ബന്ധങ്ങൾ, അയൽവക്കക്കാരുമായുള്ള ബന്ധങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ജനവിഭാഗമായി നമ്മൾ മാറുമ്പോൾ അതിനെല്ലാം മാറ്റം നടത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് നമുക്ക് മുന്നേ ഇങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഭരണകാലമുണ്ടായിരുന്നു, വലിയൊരു കാലമുണ്ടായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് മുൻകൈയെടുത്ത് ഇങ്ങനെ ഓണാഘോഷങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും ആ നല്ല നന്മയുടെ കണികകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ കടമയിലോട്ട് കടന്നോട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജി എസ്തക്കേലിനെയാണ്. സജി എസ്തക്കേലിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 27 വർഷക്കാലമായി അദ്ദേഹം ഈ വ്യാപാരി വ്യവസായത്തിന്റെ പ്രസിഡന്റായി തുടരുകയാണ്. അത്രയും കാര്യപ്രാപ്തിയോടുകൂടി ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഇവിടെ വ്യാപാരി സുഹൃത്തുക്കൾ അവരെല്ലാവരും രാജ്യഗോപ്പിലും സന്നികരണങ്ങളും ഇമ്മിച്ചനും മഹേഷും സുയുത്തും തോമാച്ചനും എല്ലാവരും ആരെയും പേര് വിട്ടുപോയി ശ്രമിക്കണം, എല്ലാവരും ഒത്തൊരുമയോടെ നിന്നുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയങ്കരനായ സജി എസ്തക്കേലിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ ശ്രീ PC ജോർജ് അവറുകളാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്കെല്ലാം തെരഞ്ഞു വരുന്ന ഒരു പേരാണ് TN ശേഷൻ എന്ന് പറഞ്ഞ പോലെ ചീഫ് വിപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെരഞ്ഞു വരുന്ന ഒരു പേരാണ് ബഹുമാനായ PC ജോർജ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സാങ്കല്പികളാൽ തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ എന്റെ പ്രിയ ആശാൻ, ഞാനൊക്കെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആശാൻ എന്ന് വിളിക്കുന്ന ബഹുമാനായ PC ജോർജ് അവരുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ വ്യാപാരി മേഖലയെ കോട്ടയം ജില്ലയിൽ നയിക്കുന്ന വർഷങ്ങളായി നയിക്കുന്ന പ്രിയങ്കരായ MK തോമസ്കുട്ടി മുതുമുന്നേക്കലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൊതുവിഷയങ്ങളിലെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കോട്ടയം ജില്ലയുടെ നിറസാന്നിധ്യമായി മാറിയ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൽ ലാലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ നാട്ടുകാരിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പ്രിയങ്കിരി നിർമ്മല ജിമ്മിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. പ്രസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റിയ പ്രസ്ഥാനത്തിന്റെ പള്ളിയും സ്കൂളും പരിസരവുമെല്ലാം വളരെ മനോഹരമാക്കി പ്രസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റിയ വികസനത്തിന് കാഴ്ചപ്പാടുള്ള ബഹുമാനായ പ്രസ്ഥാനങ്ങളുടെ വികാരിയച്ഛൻ പ്രവണ ഭാഗം ജോർജ് വേളുപ്പുറത്തിലെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഈ വാർഡിന്റെ മെമ്പറും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ജനനേതാവ് ശ്രീ വിനോദ് ശ്രീയാം പേരനായിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. വാർഡും 13ാം വാർഡ് മെമ്പറും സംഗീത വിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്നതുമായ ശ്രീമതി എൽസമ്മ ജോർജ് കുട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. GR ശിവദാസ് CPM ലോക്കൽ സെക്രട്ടറി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സുജിത് ഷാജി ബി കോപ്പിൽ വ്യാപാരി ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരതം ജയിക്കട്ടെ. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആദരണീയ മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് PC ജോർജ് അവറുകൾ, ആദരണീയായ കോട്ടയം ജില്ലയുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ MK തോമസ്കുട്ടി, BJP കോട്ടയം ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൽ ലാൽ, ആദരണീയായ പ്രവിധാനം കൊറോണപ്പള്ളി വികാരി അച്ഛൻ റവറൻ ഫാദർ ജോർജ് വേളുപ്പുറത്തിലച്ച, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തും കോട്ടയം ജില്ലയുടെ മുൻ ജില്ലാ അധ്യക്ഷയുമായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ ശ്രീമതി നിർമ്മല ജിമ്മി, ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ചൂണ്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീ വിനോദ് ചെറിയാൻ വേർനാനി, എൽസമ്മ ജോർജ് കുട്ടി, GR ശിവദാസ്, ഷാജി ബി കോപ്പിൽ, പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളായ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങളെ, പ്രിയപ്പെട്ട തൊഴിലാളി യൂണിയൻ അംഗങ്ങളെ, പ്രിയങ്കരായ നാട്ടുകാരെ, 25 ഇവിടെ ആഘോഷിക്കുകയാണ്. അടിസ്ഥാന കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വ്യാപാരി വ്യവസായി ഓണാഘോഷ പരിപാടി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളും ഡ്രൈവേഴ്സ് യൂണിയനും തൊഴിലാളികളും വ്യാപാരികളും ഒന്നടങ്കം ഈ പ്രാവശ്യം ഓണാഘോഷം നടത്തണമെന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിൽ വ്യാപാരി വ്യവസായി മീറ്റിംഗ് നടത്തുകയും പബ്ലിക്കായിട്ട് ഒരു പൊതുസമ്മേളനം നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരാശയം, തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ വ്യാപാര സമൂഹത്തെയും, ഇവിടെ ഓട്ടമോടുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനെയും, ഇവിടെ തൊഴിലെടുക്കുന്ന യൂണിയൻ പണിക്കാരെയും നിലനിർത്തുക ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ നല്ലവരായ ആളുകളാണ്. ഈ പ്രദേശത്തിന് ഒത്തിരി മികവുള്ള ഒരു ഭൂപ്രദേശമാണ് പ്രവിധാനം. ഈ മികവുള്ള പ്രവിധാനത്തിൻ്റെ ജനങ്ങൾ ഒട്ടുമിക്കവാറുമുള്ള ആളുകളും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് വ്യാപാരം നടത്തുന്നതും അതുപോലെ ഇവിടുത്തെ സമൂഹമാണ് ഇവിടുത്തെ ഓട്ടോ വിളിക്കുന്നതും ഇവിടുത്തെ സമൂഹത്തിൻ്റെ പണമാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ അംഗീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, പബ്ലിക്കായിട്ട് അംഗീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വ്യാപാരി വ്യവസായി സംഘടന ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. വ്യാപാര മേഖലകളിൽ നടത്തുന്ന എല്ലാ യൂണിറ്റുകളിലും തന്നെ ഓണാഘോഷ പരിപാടികളുണ്ട്. കഴിഞ്ഞ തൊട്ടടുത്ത ഓണാഘോഷ പരിപാടി കൊല്ലപ്പള്ളിയിൽ നടക്കുകയുണ്ടായി. പക്ഷേ അത് വ്യാപാരികൾ മാത്രം 4 കെട്ടുകൾക്കുള്ളിൽ ഓണസദ്യ കൊണ്ട് അവർ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളെ വളർത്തുന്ന ഈ നാടിനെ സംരക്ഷിക്കുന്ന ഈ നാട്ടിലെ ആളുകളെ അനുമോദിക്കാനും അവർക്കൊരു നേരത്തെ ഓണപരിപാടികൾ ആഘോഷിക്കുവാനും അവസരമൊരുക്കുന്നത് വ്യാപാരി വ്യവസായി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓണോത്സവം 2025 പ്രവിധാനം യൂണിറ്റ് ഏറ്റെടുത്തത്.
തീർച്ചയായിട്ടും എല്ലാവരുടെയും അംഗീകാരം കിട്ടിയതിന് ഏറ്റവും സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. അതിലുപരി ഈ പ്രവിധാനത്തിൻ്റെ മഹിമകൾ കൂടി നിങ്ങളോട് ഓരോരുത്തരോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മികവിൻ്റെ ഒരു നാടാണ് പ്രവിധാനം. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കർഷകനെയും അതുപോലെ ഏറ്റവും മികച്ച ഒരു ഡോക്ടറെയും മികച്ച തൊഴിലാളിയെയും മികച്ച ഓട്ടോ ഡ്രൈവേഴ്സിനെയും മികച്ച വ്യാപാരിയെയും അതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തകയെയും അതുപോലെ തന്നെ ഏറ്റവും ക്ഷീര കർഷകനെയും തിരഞ്ഞെടുക്കുന്ന ഒരു അവാർഡ് കൂടി വ്യാപാരി വ്യവസായി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മികവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാം ഏറ്റവും മികവുറ്റുള്ളവരാണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും മികവുറ്റ കേരള രാഷ്ട്രീയത്തിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന PC ജോർജ് കേരളത്തിൻ്റെ മികവുറ്റ നേതാവാണ്. അതുപോലെ തന്നെ 2 തവണയും 3 തവണയും കേരളത്തിലെ കോട്ടയം ജില്ലയെ അഭിമാനമായിട്ട് വ്യാപാരികൾക്ക് അഭിമാനമായി വ്യാപാരികളെ തോളോട് തോള് ചേർത്ത് ഓരോ പ്രസ്ഥാനത്തെയും ഓരോ വ്യാപാര പ്രസ്ഥാനങ്ങളെയും ചങ്കോട് ചങ്ക് ചേർത്ത് സൂക്ഷിക്കുന്ന ഞങ്ങളുടെ വ്യാപാരി വ്യവസായ പ്രസിഡന്റ് അദ്ദേഹവും മികവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉന്നതനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ BJP പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് 2 തവണ ജില്ലയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ജില്ലയുടെ അമരക്കാരനായി ഇവിടെ എത്തുകയും ചെയ്യും. മികവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒത്തിരി മുമ്പിലാണ്. തീർച്ചയായിട്ടും ഇതിലെല്ലാം ഉപരി ഈ നാടിനെ സ്നേഹിക്കുകയും ഈ നാടിനെ ഏറ്റവും സ്വന്തമായി കരുതുകയും വികസനത്തിൻ്റെ പടവാളുകൾ ഏന്തിയ നമ്മുടെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട വികാരിയച്ഛൻ വെരി റവറൻ ഫാദർ ജോർജ് വേളുപ്പുറവിലച്ഛൻ ഇവിടെയുണ്ട്. നമുക്കറിയാം, പ്രവിധാനത്തെ അറിയാവുന്നവർക്കറിയാം വികസനം എങ്ങനെ കൊണ്ടുവരാമോ. പാലാരൂപതയിലെ ഏറ്റവും വലിയ വികസനം കൊണ്ടുവന്നിരിക്കുന്ന ഫൊറോന പള്ളിയാണ് പ്രവിധാനം. വികസനത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്, ഏറ്റവും പര്യായമാണ് പ്രവിധാനം പള്ളി. അതിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു അവാർഡ് ഞങ്ങൾ വ്യാപാരികൾ കൊടുക്കേണ്ടതാണ്. എൻ്റെ വാക്കുകൾ കൊണ്ട് ഏറ്റവും മഹനീയമായ മികച്ച അവാർഡ് വാക്കുകൾ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നൽകുകയാണ്. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും മികവിൻ്റെ നിറകുടങ്ങളാണ്. ശ്രീമതി നിർമ്മല ജിമ്മി കഴിവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ 4 ബ്ലോക്കിൻ്റെ പ്രസിഡന്റായിരുന്നു, കോട്ടയം ജില്ലയുടെ ജില്ലാ അധ്യക്ഷയായിരുന്നു. 2 ടൈം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായ നിർമ്മല ജിമ്മിയും മികവിൻ്റെ കാര്യത്തിൽ പ്രവിധാനം നാട്ടുകാർക്ക് ഏറ്റവും മികവുറ്റയാളായി നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തായ 2 പേര് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരിവിടെയുണ്ട്. ശ്രീ വിനോദ് ചെറിയാൻ പേരനാൻ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും ടോപ്പ്, ഏറ്റവും കൂടുതൽ വോട്ട് നേടി 3 ടൈം പറങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായി പ്രവർത്തനം നടത്തുന്ന ഒരു മികവുറ്റ നേതാവാണ് ശ്രീ വിനോദ് ചെറിയാൻ. ഈ വാർഡിൻ്റെ തന്നെ വാർഡ് മെമ്പറാണ് ശ്രീ വിനോദ് ചെറിയാൻ. അതോടൊപ്പം തന്നെ എൽസമ്മ ജോർജ് കുട്ടിയെ പറഞ്ഞാൽ നമുക്കറിയാം, ദൈവം തന്ന ദാനം കൊണ്ട് നാക്കുകൊണ്ടും വാക്കുകൊണ്ടും അദ്ദേഹം ശ്രീമതി വളരെയധികം ഗാനം നിർവഹിക്കുന്ന ആളാണ്. ശ്രീമതി എൽസമ്മ ജോർജ് കുട്ടിയും 2 ടൈം പന്നങ്ങാനം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി ശോഭിച്ച ആളാണ്. അതുപോലെ TR ശിവദാസൻ, അതുപോലെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീ സുജിത്ത്, ഒപ്പം ഷാജി ബി തോപ്പിൽ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തിരുവോണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഈ നാടിനും നാട്ടിൽ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ കൃത്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രവിധാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ ഓണാഘോഷ പരിപാടിയിൽ സമ്മേളനത്തിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രവിധാനം യൂണിറ്റ് പ്രസിഡന്റ് പ്രിയനായ സജി എസ്, അഭിനന്ദനായ നമ്മുടെ അനുഗ്രഹ പ്രഭാഷണത്തിൽ നമ്മുടെ വികാരി ജോർജ് വെളുപ്പറമ്പിൽ, നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായി സുദീർഘമായി സേവനം ചെയ്തു വന്ന വർഷം പറങ്ങാനം ലോക്കൽ സെക്രട്ടറി പ്രിയങ്കനായ TR ശിവദാസ്, നമ്മുടെ സംഗീത സ്നേഹദിനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ശ്രീമതി എൽസമ്മ MLA ആയി ഏതാണ്ട് 32 വർഷം മിച്ച് MLA ആയി. ഈ മേഖലയുടെ MLA ആയിരുന്നു ഞാൻ ഓർക്കുകയാണ്, നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പക്ഷേ എനിക്ക് പ്രവിധാനമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്, എനിക്ക്
ഒരു 12-11 വയസ്സുള്ള മുതൽ പ്രവിത്താനുമായി എനിക്ക് ബന്ധമുണ്ട്. ഇവിടെ വന്നൊരു ആശുപത്രി ഉണ്ടായി. ആ ആശുപത്രി വന്ന് ഞാനിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അതിൻ്റെ തമാശ വശത്തിലേക്ക് കിടക്കുന്നില്ല. ആശുപത്രിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശത്തെ കടകളെല്ലാം. എന്നെ സ്കൂളിൽ വെച്ച് വീണ് എൻ്റെ നല്ല ഭാര്യയിൽ ഒരു 3 എണ്ണം പരുവായതുകൊണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കാണുകയും എനിക്ക് പ്ലാസ്റ്റിക് ഇവിടെ ഞാൻ ഏകദേശം 2 ആഴ്ചയോളം ആശുപത്രി കിടക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുകയാണ്, നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 80-ന് ശേഷം ഈ നാടിന് വരുത്തിയ മാറ്റങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ മേഖലയിൽ ഏതെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് പ്രവിത്താനമാണ്. ആ പ്രവിത്താനത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത്ഭുതാവഹമെന്ന് പറയാൻ ഞാനില്ലെങ്കിൽ പോലും വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് എന്നൊരു സംശയമില്ല. ഇവിടെയുള്ള പൊതുപ്രവർത്തകരും, ഞാനത് വിനോദിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ നിർമ്മലയുടെ കാര്യം പറയാൻ കാരണം അതാണ്. പൊതുപ്രവർത്തകരും അതുപോലെ ഇപ്പോൾ സജീവസ്ഥക്കാർ എല്ലാ കാര്യത്തിലും മുമ്പ് നിൽക്കുക. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ രാഷ്ട്രീയത്തിനപ്പുറത്ത്, മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്തായി ജനങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു മാനസികതയിലുള്ള നല്ലൊരു സമൂഹമാണ് ഈ പ്രവിത്താനവും പ്രാന്തപ്രദേശത്തും ഉള്ളത് എന്ന് വളരെ അഭിമാനകരമായ കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അനുഗ്രഹ പ്രവേശനം അതിനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനെ ഞാൻ വളരെ കാലമായിട്ട് അറിയുന്നതാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞ കാര്യം ഇവിടെ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല മേഖലയിലും മാറ്റങ്ങൾ വരാറുണ്ട്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, പ്രവിത്താനം ടൗൺ കൊള്ളാം, പക്ഷേ പ്രവിത്താനം പള്ളി ആ സ്കൂൾ മനുഷ്യന് കാണാവുന്ന നിലയിലാക്കാനായില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. ആ ദുഃഖത്തിന് പരിഹാരം ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആ എങ്ങനെയാണ് ഒരു മേഖലയിൽ മാറ്റം വരുത്തേണ്ടതെന്ന് പന്നിനായ നമ്മുടെ ജോർജൻ തെളിയിച്ചു തന്നിരിക്കുക. ആ മേഖല പ്രവിത്താനം പള്ളിയും സ്കൂളും, ഇപ്പം അതിനെ പോകുന്ന പള്ളിയിൽ തന്നെ സ്കൂളുണ്ടെന്ന് മനസ്സിലാവും. ഒരു 3 കൊല്ലം മുമ്പാണ് അതിനെ ഇങ്ങനെ പള്ളി അറിയില്ല, സ്കൂളും അറിയില്ല, കാണാനും കഴിയില്ലായിരുന്നു. പക്ഷെ അച്ഛൻ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ 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 വിലപ്പെട്ടതാണ്. ആ കാര്യത്തിൽ അച്ഛനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അച്ഛനോട് അരുവിത്തപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ ഈ പ്രസംഗത്തിനെ പറ്റി പറയുന്നു. അതായത് ഒരു കാഴ്ചപ്പാടുള്ള ഒരു വൈദികൻ ഒരു മേഖലയിൽ വന്നാലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് ജോർജ് അച്ഛൻ നമ്മുടെ പ്രവിത്താനം പള്ളിയിൽ ചെയ്തിരിക്കുന്നത് മാത്രമേ ഞാൻ പറയുന്നു. അങ്ങനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനിയും അച്ഛന് സമയമുണ്ട്. ഇനി ചില സ്ഥലത്ത് ഇതുപോലെ മാറ്റങ്ങൾ വരുത്തണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ സുഹൃത്തിൽ നിങ്ങൾക്കായിട്ടൊന്നും പറയില്ല, തിരുവോണത്തിൻ്റെ ആശംസകൾ അർപ്പിച്ചു. എത്ര പേർക്ക് മനസമാധാനത്തോടുകൂടി തിരുവോണം ആഘോഷിക്കാൻ പറ്റും? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ കൊച്ചു കേരളം ഒരാളെ കുറ്റപ്പെടുത്തില്ല. എല്ലാ കാലഘട്ടങ്ങളിലും മാറി മാറി വന്ന് ഭരണാധികാരി എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഞാനും പഠനത്തിൻ്റെ ഭാഗമായിരുന്ന ആളാണ്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നമ്മുടെ കട 7 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കുറ്റപ്പെടുന്ന ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാനിരിക്കുന്ന കട രാഷ്ട്രീയം പറയാൻ ഞാൻ ധർമ്മനല്ലേ. പക്ഷെ ഈ കടവുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? പട്ടിണിയിലേക്ക് ജനം പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ശക്തമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നു. ആ ശക്തമായ നിലപാടുകൾ ഉണ്ടായിട്ട് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാത്ത സാഹചര്യമാണ്. ഇവിടെ തിരുവോണ സമയമായി. തിരുവോണത്തിന് ഞാൻ കാണുമ്പോൾ തിരുവോണം പറയുമ്പോൾ എന്താണ് പ്രാധാന്യം? എല്ലാവരും തിരുവോണത്തെപ്പറ്റി ആഘോഷം സന്തോഷിക്കും. തിരുവോണം എന്ന് പറയുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം. അന്ന് ഒരു സദ്യയുണ്ട് എല്ലാ കുടുംബം, എല്ലാ വീട്ടിലും. അതിനകത്ത് ക്രിസ്ത്യാനിയും ഹിന്ദുവൊന്നും മുസ്ലിമൊന്നും ഇല്ല. എല്ലാവരും ഒരു മനസ്സ് പോലെ മനസ്സിൻ്റെ തീരുമാനമനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ പങ്കെടുക്കാറുണ്ട്. നല്ല ദോശനിലയിലിട്ട് അതിൽ ഒരു 10-20 ടൈപ്പ് കറിയും അതുപോലെ ഉപ്പേരി ഒക്കെ ആയിട്ട് സ്വന്തമായ 3 പായസം, ഒരു 2 ടൈപ്പ് പായസങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കാം. അങ്ങനെ സന്തോഷകരമായ ആ കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് വരിക. മാവേലി നാട് വാണിടുന്ന കാലം
മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയിരുന്നു എന്ന വലിയൊരു കാഴ്ചപ്പാട് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ് കേരളത്തിൻ്റെ ഈ ചരിത്രം. മാവേലികളാണ് അങ്ങനെ മനുഷ്യൻ മുഴുവൻ ഇതുപോലെ സന്തോഷമായി ഒരുമിച്ച് കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടം ഇന്നില്ല എന്ന വസ്തുത നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. അപ്പോൾ തിരുവോണം എങ്ങനെ പോകും? സ്വാഭാവികമാണ്. ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതെല്ലാം ഉള്ളിൽ മാത്രമാവും. മനുഷ്യ മനസ്സുകളിലേക്ക് സന്തോഷം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരുവോണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലെന്നാവും. ഇപ്പോൾ തിരുവോണം എന്ന് പറയുന്ന ഒരു ആഘോഷങ്ങൾ മാത്രമുള്ള ഒരു ദിവസത്തെ തിരുവോണമാക്കി മാറ്റി കഴിഞ്ഞില്ല. ഇതുപോലുള്ള ചില മേഖലയിൽ മാത്രം ചെറിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്ന് പറയട്ടെ. പക്ഷേ തിരുവോണം എന്നത് ഒരു ആഘോഷമാക്കി മാറ്റുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി, ഒരു ചിന്തയായി തിരുവോണത്തിൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയാത്തടത്തോളം കാലം തിരുവോണത്തെ പറ്റി പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സന്തോഷം അടുത്ത തിരുവോണം വരെ ഈ ഓണം പോലെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആ സംവിധാനത്തെപ്പറ്റി നമ്മളെല്ലാവരും കൂട്ടായി ഒരുമിച്ച് നിന്ന് യോജിച്ച് നിന്ന് തീരുമാനിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് തിരുവോണത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസത്തെ തിരുവോണം കൊണ്ട് അവരെല്ലാം സന്തോഷിക്കുക. അതിനപ്പുറത്തേക്കില്ല. ആ ഒരു വർഷം ആ കുഞ്ഞുങ്ങളെങ്ങനെ മുന്നോട്ട് പോകും? ആ കഴിയുന്ന അങ്ങനെ പോകാൻ കഴിയുമോ? അങ്ങനെ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നില്ലെങ്കിൽ തിരുവോണം എന്ന് പറയുന്നത് ഒരു ചടങ്ങ് മാത്രമായി മാറുകയാണ്. ആ ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമായി തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നാണ് ഞാനും നിങ്ങളും കൂട്ടായി ആലോചിക്കേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി തെറ്റിദ്ധരിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒന്ന് കടക്കാറ്. അതിനുള്ള അവസരമല്ല. ഏതായാലും പ്രവിധാന മേഖലയിൽ വളരെ സന്തോഷത്തോടുകൂടി ഇതുപോലെ ഓണോത്സവം എന്ന നിലയിൽ 2025 എന്ന നിലയിൽ നല്ല നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് നേതൃത്വം കൊടുക്കുന്ന സജീവ സെക്രട്ടറിയെയും വ്യാപാരി വ്യവസായികളുടെ ജില്ലാ പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മെമ്പർമാരെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. പ്രിയങ്കരായ വിനോദ ചെറിയാൻ പോലെ തന്നെയാണ് നിർമ്മല ജിനി, എൽസമ്മ ജോർജ് കുട്ടി, ദിയ ശിവദാസ്, സുജിത് എസ് നായർ, ഷാജി തോപ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം നന്മകൾ നേരുന്നു. തീർച്ചയായും ഈ തിരുവോണം ഐശ്വര്യപൂർണ്ണമായി തീരാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഈ പേര് പറഞ്ഞ ആളുകളെല്ലാം കൂടി ആലോചിച്ച് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ NK തോമസ് കുട്ടിയെ ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചു. പ്രവിധാന യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, ജില്ലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ശ്രീ സജീവ് സെക്രട്ടറി, ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, യോഗത്തിൻ്റെ യൂണിറ്റ് തികച്ചും വ്യത്യസ്തമായ ഒരു ഓണസങ്കല്പം, ഓണോത്സവം 2025 എന്നിവിടെ കൊണ്ടാടുകയാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് കോട്ടയം ജില്ലയിൽ തന്നെ 165ഓളം യൂണിറ്റും 35,000 വ്യാപാരികളുമുണ്ട്. എങ്കിൽ ഇതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ പ്രാതിനിധ്യവും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെയെല്ലാം പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് അവരെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളെയും, ഓട്ടോ തൊഴിലാളികളെയും, ചോട്ട് എടുക്കുന്ന തൊഴിലാളികളെയും, നാട്ടുകാരെയും, അതുപോലെ തന്നെ കർഷകരെയും, ഉപഭോക്താക്കളെയും എല്ലാം
കോർത്തിണക്കിക്കൊണ്ട് ഒരു ഓണാഘോഷ പരിപാടി നടത്തുന്ന ഏക യൂണിറ്റ് പ്രവിത്താനം യൂണിറ്റാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാനിത് പൊക്കി പറയാൻ വേണ്ടി പറയുന്നതല്ല. ഞാനിപ്പോൾ വരുന്നത് തന്നെ പാറത്തോട്ട് നിന്നാണ്. പാറത്തോട്ടെ യൂണിറ്റ് കമ്മിറ്റി നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് തന്നെ ഇവിടെ വരുന്നത്. ഇന്നലെ നീണ്ടൂരും അതുപോലെ തന്നെ അംബിക മാർക്കറ്റ്, നമ്മുടെ ചേർത്തല ബണ്ടിൻ്റെ തൊട്ടിപ്പുറം അംബിക മാർക്കറ്റ് യൂണിറ്റിൻ്റെയും പരിപാടി ഞാൻ പങ്കെടുത്തത്. ഇവിടെ പ്രിയനായ സജീവ് സൂചിപ്പിച്ച മാതിരി വ്യാപാരികൾ ഒത്തുകൂടി വ്യാപാരികളുടെ ഈ അവസരം വിനിയോഗിക്കുക. ഓണത്തിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേപോലെയുള്ള പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള സംസ്ഥാനത്ത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി കൊണ്ടാടുന്നതെന്ന് നമുക്കറിയാം എന്ന് ഞാൻ ആശംസിക്കുക. അതിനകത്ത് രാഷ്ട്രീയവും അല്ലെങ്കിൽ മതവും മുന്നോട്ട് പോകട്ടെ എന്നാണ് ഉള്ളത്. കാരണം എന്താ, പണലഭ്യതയുണ്ടായെങ്കിൽ അല്ലെങ്കിൽ കാർഷിക മേഖല അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജില്ലയും പ്രദേശവുമാണെപ്പോൾ ഇവിടെയുള്ള കാർഷിക മേഖലയ്ക്ക് ഉത്തേജന പാക്കേജുകളും ഉത്തേജന മേഖലയ്ക്കും അതുവഴി തൊഴിൽ മേഖലയ്ക്കും പോലെ തന്നെ സുജിത്തും ഷാജിയും ഒക്കെ അടങ്ങുന്ന ടീമംഗങ്ങൾ നല്ല രീതിയിൽ സരിയെ തന്നെ ഏതാണ്ട് 27ഓളം വർഷമായി പ്രവിത്താനം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എപ്പോഴും വളരെ നല്ല രീതിയിൽ വ്യാപാരികൾക്കും ഇവിടുത്തെ ജനവിഭാഗത്തിനും അതിൻ്റെയും വിഷയങ്ങളിൽ ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഞാൻ മറ്റ് ഇതര വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു വാക്ക് അച്ഛനെ പറ്റി പറയാതെ പോയാൽ എനിക്കതൊരു സങ്കടമാണ്. ഞാൻ അച്ഛനെ പറ്റി പറയാം, ആ പള്ളിയിൽ വന്ന മാറ്റത്തെ പറ്റി ഞാനിങ്ങനെ ഈ ഇതിലെ സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ ഒട്ടനവധി പേരോട് ഈ അടുത്ത നാളിൽ പറയേണ്ട ചില സാഹചര്യങ്ങളും ഉണ്ടായി. ആ സാഹചര്യം എനിക്കിവിടെ പറയാൻ മൈക്കിലൂടെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്താണെങ്കിലും അച്ഛനിവിടെ വന്ന് ചെയ്ത വലിയ അത്ഭുതമല്ല, ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ പ്രവിത്താനത്ത് പള്ളി ഉണ്ടായിരുന്നു, അത് അച്ഛൻ പുതുക്കി പണിതില്ല. പ്രവിത്താനത്ത് പള്ളിക്ക് പാരിഷ് ഹാൾ ഉണ്ടായിരുന്നു, ആ പാരിഷ് ഹാൾ അച്ഛൻ്റെ കാലത്ത് പണിയിപ്പിച്ചതല്ല. പ്രവിത്താനത്ത് ഹൈസ്കൂളും ആ സ്കൂളുകളും അവിടെ ഉണ്ടായിരുന്നു, അതും അച്ഛൻ്റെ കാലത്ത് പണിയിപ്പിച്ചതല്ല. പിന്നെ അച്ഛൻ എന്താ ചെയ്തത്? അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ, ഇതെല്ലാം പണിതതിനേക്കാൾ വലിയ ഒരു കാഴ്ചപ്പാടിൽ അതിൻ്റെ സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ അതിനെ പ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിൽ അതിനെ നവീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കണ്ണിനും അത് ആ കാഴ്ചയ്ക്ക് ഏറ്റവും ഉണർമയേറുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗവൺമെൻറ് മുൻ ചീഫ് ശ്രീ PC ജോൺ സാർ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സെൻറ്റ് അഗസ്റ്റീൻസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോർജ് വെള്ളപ്പുറമ്പിലച്ചൻ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ശ്രീ MK തോമസ് കുട്ടി അവർ, തിരുവോണ ആശംസകൾ നേടുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് എല്ലാം ആദരവ് കൊടുത്തുകൊണ്ട് ഇതൊരു പൊതു പരിപാടിയാക്കി മാറ്റിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഒരിക്കൽ കൂടിയുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്ന് രണ്ട് മുഖ്യധാര ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഈ സമൂഹത്തിലെ നല്ല ഉന്നത കുലജാതനായ വെള്ളയും ഇട്ടിട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം പറയുകയുണ്ടായി. ആ വ്യക്തി പ്രായമായി വീട്ടിൽ കിടപ്പായി മലമൂത്ര വിസർജനങ്ങൾ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ വീട്ടുകാർ തിരിഞ്ഞു നോക്കാനുള്ള ആ സന്മനസ് കാണിക്കാതെ വന്നപ്പോൾ പ്രിയങ്കരിയായ നിർമ്മല സിസ്റ്റർ ആ വീട്ടിൽ ചെല്ലുകയും തുണിയെടുത്ത് തൂത്ത് ആ ശരീരം ബെഡിൽ കയറ്റി കിടത്തി എന്ന് പറയുകയും ചെയ്തപ്പോൾ കേട്ട പോലെ ഒരാൾ പറഞ്ഞു 1001 രൂപ ക്യാഷ് അവാർഡ് ഇവിടെ കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി അതിന് മുഖവില കൽപ്പിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ നിർമ്മല സിസ്റ്ററിന്
അവാർഡ് കൊടുക്കുവാൻ വേണ്ടി നിർമ്മല സിസ്റ്ററിനെ ക്ഷണിക്കുകയും അവാർഡ് കൊടുക്കുവാൻ വേണ്ടി കോട്ടയം ജില്ലയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൻലാലിനെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്തു. നിർമ്മല മിൻസിൻ്റെ നല്ല മനസ്സിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിൽ നന്ദി. മൊമൻറ്റോയാണ് അദ്ദേഹം വ്യാപാരി വ്യവസായം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നതിന് ക്ഷണിച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജോർജ് വേളുകുന്നത്തിനെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷനായ ഏറ്റവും ആദരണീയ ശ്രീ സജീവ് തെക്കേൽ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രസ്ഥാനത്തിൽ ആണെങ്കിൽ പോലും ശ്രീ PC ജോർജ് അവരുടെ ഏറ്റവും മുഖ്യപ്രഭാഷണം നടത്തിയ വ്യാപാരി വ്യവസായിയുടെ കോട്ടയം ജില്ലയുടെ സമുന്നതനും സമാരാധനുമായ ശ്രീ പ്രസിഡന്റ് ശ്രീ MK തോമസ് കുട്ടി, BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാൽ, ശ്രീ വിനോദ് വേദനാനി, ശ്രീമതി നിർമ്മല ജിമി, ശ്രീമതി എൽസമ്മ ജോർജ് കുട്ടി, TR ശിവദാസ്, സുജിത് S നായർ, ഷാജി P തോപ്പിൽ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ പരസ്പരം ആശംസിക്കുകയും അതിൻ്റെ എല്ലാ നന്മയും നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയും ചെയ്യുന്നു. ഇത്രമാത്രം നല്ല ഒരു സംഘാടക രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇന്നത്തെ ഈ പരിപാടികൾ ഉന്നത വിജയമാക്കി തീർക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്ത വ്യാപാരി വ്യവസായിയുടെ ഏറ്റവും സമാരാധനായ നേതാവ് ശ്രീ സജീവ് തെക്കേൽ, അതുപോലെ മറ്റു വ്യാപാര സുഹൃത്തുക്കൾ, ടാക്സി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം ആശംസകൾ അറിയിക്കുകയും എല്ലാ ദൈവാനുഗ്രഹവും ഏറ്റവും എളിമയോടുകൂടി നേരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഓണം നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള നല്ലൊരു സന്ദർഭമാണല്ലോ. ജാതി മത രാഷ്ട്രീയ കക്ഷികൾ താല്പര്യത്തിന് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നല്ല ഒരു മുഹൂർത്തമാണല്ലോ. പ്രവിധാനത്ത് വന്നതിന് ശേഷം 2 പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും ഓണത്തിൻ്റെ ടൗണിൽ നടത്തപ്പെടുന്ന പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചു. വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. എന്നെ ക്ഷണിച്ച അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവിധാനത്തിൻ്റെ വളർച്ചയിൽ ആര് എന്ത് വളർച്ച കൊണ്ടുവന്നാലും അതിനെ ശക്തമായിട്ട് പിന്താങ്ങുവാനും അതിനെല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്തെങ്കിലും വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം എന്നതിനേക്കാൾ ഉപരിയായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഗ്രാമം എന്ന നിലയിൽ പ്രവിധാനം കയറി വരണം എല്ലാ പ്രകാരത്തിലും. അതായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും പ്രവർത്തനവും. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള സംയുക്തമായ പ്രവർത്തനങ്ങൾ അതിന് കാരണമാകുമെന്ന് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എല്ലാവർക്കും ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് PC ജോർജ് സാറിന് വർഷങ്ങളായിട്ട് ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നന്മ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീമാൻ MK തോമസ് കുട്ടി സാറിനെയും എനിക്കറിയാം. ധാരാളം എല്ലാ ദൈവാനുഗ്രഹവും ഓണത്തിൻ്റെ മംഗളങ്ങളും എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വന്തം വ്യാപാരി മെമ്പറും എക്കാലവും ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ വ്യാപാരികളോടൊപ്പം ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കോട്ടയം ജില്ലയുടെ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ മികവിൻ്റെ അവാർഡ് ഞങ്ങൾ കൊടുക്കേണ്ടതാണ് ശ്രീമതി നിർമ്മല ജിമ്മിക്ക്. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട PC ജോർജ് അവരുകൾ പറഞ്ഞു, വനിതകളുടെ പ്രതിനിധിയാണ്, വനിതകൾ എങ്ങനെ ആയിരിക്കണം കോട്ടയം ജില്ല ഭരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീമതി നിർമ്മല ജിമ്മി. ഞങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ മെമ്പർഷിപ്പുള്ള ഏറെ പ്രിയങ്കരയായ നിർമ്മല ജിമ്മി ഈ ഓണാഘോഷ പരിപാടികൾക്ക് ആശംസകൾ അറിയിക്കുവാൻ വേണ്ടി ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ വ്യാപാര വ്യവസായി പ്രവിധാന യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സജീവ് തെക്കേൽ ഉദ്ഘാടന കർമ്മം നടത്തി.
വ്യാപാരി വ്യവസായിയുടെ ഭാരവാഹികൾ സുജിത്ത് എസ് നായർ, ഷാജി പി തോപ്പിൽ, ഇവിടെ സ്വാഗതം പറഞ്ഞ സെൻ തേക്കുംകാട്ടിൽ, വ്യാപാരി വ്യവസായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളെ, അതോടൊപ്പം ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായി തൊഴിലാളി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഓണോത്സവം 2025 ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ സമ്മാനദാനവും നൽകപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു നീണ്ട പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രവിത്താനത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ നാടിൻ്റെ ഉത്സവമാക്കി എല്ലാ വർഷവും ഓണത്തെ വരവേൽക്കാറുണ്ട്. വിവിധങ്ങളായ മത്സരങ്ങളും അതോടൊപ്പം വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച ആളുകളെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായി തന്നെ കാണുകയാണ്. നമുക്കറിയാം, സജി എസ് ടെക്കെ ഇവിടെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റ അന്ന് മുതൽ ഇന്ന് വരെ വളരെ നല്ല രീതിയിൽ മുഴുവൻ വ്യാപാരി വ്യവസായി തൊഴിലാളി സുഹൃത്തുക്കളെ മറ്റ് ഒരു ചിന്തയുമില്ലാതെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിന് ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നും പ്രവിത്താന വ്യാപാരി വ്യവസായി വേണ്ടി ആദരണീയ കൊറോണ പള്ളി കാര്യത്തിന് ഫാദർ ജോർജ് വെളുപ്പുള്ളത്തിനെ ക്ഷണിച്ചു. മെച്ചമാണ്. അപ്പോൾ ഞങ്ങളൊരു മാനദണ്ഡം ഇട്ടു. തൊഴിലാളികളെ തന്നെ ഞങ്ങൾ ക്ഷണിച്ചു. അവർ തന്നെ നറുക്കിട്ടു. അവരെല്ലാവരും ഒന്നിനൊന്നിനും മിടുക്കരായതുകൊണ്ട് അതിൽ കൊച്ചുവാവയ്ക്കാണ് 1ാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി യൂണിയൻ്റെ കൊച്ചുവാവയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് എല്ലാ പ്രാവശ്യവും മാവേലിയായി ക്ഷണിക്കുന്നു. നമ്മുടെ കോട്ടയം ജില്ലയുടെ BJP ജില്ലാ അധ്യക്ഷനെ മൊമെൻ്റോ കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കും. അടുത്തത് വിവിധ കലാകായിക മത്സരങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. മലയാളി മങ്കയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നടന്ന വിവിധ മത്സരങ്ങളുടെ റിസൾട്ടാണ് അനൗൺസ് ചെയ്യുക. ആദ്യമായി മലയാളി മങ്ക 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ശ്രീമതി ജിജി രമേശ്. 2001 രൂപ ക്യാഷ് അവാർഡാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏതൻ സ്പോർട്സ് മിസ്റ്റർ സണ്ണി കണ്ണംകുളമാണ്. രണ്ടാം സമ്മാനം ശ്രീമതി സിന്ധു സജീവ്, 1001 രൂപയാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാലാ ബേക്കേഴ്സാണ്. മൂന്നാം സമ്മാനം ശ്രീമതി അമ്പിളി സഹദേവൻ, 1001 രൂപയാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ കുട്ടപ്പായി വലിയ കാപ്പിലാണ്. ഇത് കൊടുക്കുന്നതിനായിട്ട് മന്നങ്ങാനം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി വിനോദ് വേർനാനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ വിനോദ് വേർനാനിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
മലയാളി മംഗ ജൂനിയർ ഒന്നാം സമ്മാനം അനുപമ ദിലീപ്. അത് നൽകുന്നതിനായിട്ട് ശ്രീ വിനോദ് വേറാനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുപമ ദിലീപ്. രണ്ടാം സമ്മാനം തീർത്ഥ രാജേഷ്. മൂന്നാം സമ്മാനം നീത ഗോപി. അടുത്ത മത്സരം പഞ്ചസാര തൂക്കമായിരുന്നു. വാശിയേറിയ മത്സരത്തിൽ 1200 ഗ്രാം ആയിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. 1 കിലോ 177 ഗ്രാം തൂക്കി അമയ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. അമയ. അടുത്തത് കസേര കളിയാണ്. ജൂനിയർ ബോയ്സ്. ഒന്നാം സമ്മാനം ആൽബർട്ട്. ഗേൾസ് അവന്തിക പ്രസാദ്. സമ്മാനമുണ്ട്. അത് ഇപ്പം നൽകുന്നതായിരിക്കും. നമ്മുടെ പായസ വിതരണമുണ്ട്. എല്ലാവരും പായസം കഴിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്ത മത്സരം സുന്ദരിക്ക് പൊട്ടുകുത്ത്. ഒന്നാം സമ്മാനം അലൻ ബിജു. അലൻ ബിജു എന്ത്? സുന്ദരിക്ക് പൊട്ടുകുത്തിന് അലൻ ബിജു. കോഴി തൽക്കാലം കോഴിക്കോട്ടിലാണ്. അത് സാരമില്ല. ഇപ്പൊ തൽക്കാലം 501 രൂപ പിടിക്കുക. എല്ലാവിധ പായസം എല്ലാവരും കഴിച്ചിട്ടേ പോകാവുള്ളൂ.